അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇതുവരെ CSDSനെ വേദവാക്യമായി കരുതിയവർ, ആ ബൈബിളും കൊണ്ട് നടന്നവരാണ് ഇപ്പോൾ CSDSനെ തള്ളിപ്പറയുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ നിലപാടിനെ ഈ ഘട്ടത്തിൽ കാണേണ്ടത്? ഞാൻ രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, 7-ാം തീയതിയിലത്തെ പത്രസമ്മേളനത്തിലെ ഗുരുതരമായ അബദ്ധം. എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത്? ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾ 7 സീറ്റിൽ ലീഡ് ചെയ്തു. അതായത് 8 അസംബ്ലി സീറ്റിൽ 7 എണ്ണത്തിൽ ഞങ്ങൾ ലീഡ് ചെയ്തു. എന്നാൽ 8ാമത്തെ സീറ്റ് മഹാദേവപുരം എണ്ണിയപ്പോൾ BJP 1,00,000-ലധികം വോട്ടിന് ലീഡ് ചെയ്തപ്പോൾ ഞങ്ങൾ 30,000 വോട്ടിന് തോറ്റു. അബദ്ധം. ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ 8 അസംബ്ലി സീറ്റിൽ 4 എണ്ണത്തിൽ BJPയും 4 എണ്ണത്തിൽ കോൺഗ്രസും ലീഡ് ചെയ്തു. BJP ലീഡ് ചെയ്ത 4 എണ്ണം എന്ന് പറയുന്നത് CV രാമൻ നഗർ, രഘു MLA ആയിട്ടുള്ള CV രാമൻ നഗർ BJP ലീഡ് ചെയ്തു. അത് കഴിഞ്ഞാൽ ഗാന്ധിനഗർ കോൺഗ്രസിന്റെ ദിനേശ് ഗുണ്ടറാവു 103 വോട്ടിന്, വെറും 103 വോട്ടിന് MLA ടിക്കറ്റിൽ ജയിച്ച സീറ്റിൽ 23,000 വോട്ടിന് ലോക്സഭയിൽ BJP ലീഡ് ചെയ്തു. 2. 3, രാജാജി നഗർ, ശ്രീ സുരേഷ് കുമാർ MLA ആയിട്ടുള്ള രാജാജി നഗറിൽ BJP ലീഡ് ചെയ്തു. 4, മഹാദേവപുരയിൽ BJP ലീഡ് ചെയ്തു. BJP ലീഡ് ചെയ്ത 4 അസംബ്ലി മണ്ഡലത്തിലെ കണക്കും കോൺഗ്രസ് ലീഡ് ചെയ്ത 4 അസംബ്ലി മണ്ഡലത്തിലെ കണക്കും അത് പൊതുസമക്ഷം ലഭ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, ഗൂഗിളിൽ വിക്കിപീഡിയയിലും ലഭ്യമാണ്. ഒരേ കണക്കാണ്. ഇത് രണ്ടും ഈ നാലും കൂട്ടി നോക്കിയാൽ 32,000 വോട്ടിന് BJPക്ക് മൊത്തത്തിൽ ലീഡുണ്ട്. അങ്ങനെയാണ് BJP ബാംഗ്ലൂർ 4 സീറ്റിൽ BJPക്ക് ലഭിച്ച ലീഡ് കൂട്ടി നോക്കി, 4 സീറ്റിൽ കോൺഗ്രസിന് കിട്ടിയ ലീഡ് കൂട്ടി നോക്കിയപ്പോൾ 32,000 വോട്ട് BJPക്ക് കൂടുതൽ. രാഹുൽ ഗാന്ധി പറഞ്ഞ 7-1 കണക്ക് ഭൂലോക അബദ്ധം. ഇനി അവിടെ നിൽക്കട്ടെ. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ കേസ് കൊടുത്തു. 80ഓളം കള്ള വോട്ടുകൾ തെളിയിച്ചു. 89 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം. 80ഓളം വോട്ടുകൾ കള്ള വോട്ടാൽ തെളിയിച്ചു. പക്ഷെ അപ്പോൾ MLA മരിച്ചു. സിറ്റിംഗ് MLA ആർക്കെതിരെയാണോ കേസ് കൊടുത്തത് അയാൾ അബ്ദുൾ റസാഖ് മരിച്ചു. കേസ് അവിടെ അവസാനിച്ചു. മഹാരാഷ്ട്രയിൽ എത്ര കേസ് കൊടുത്തിട്ടുണ്ട്? എത്ര തോറ്റ സ്ഥാനാർത്ഥികൾ? അതായത് കോൺഗ്രസ്, ശരത് പവാർ NCP, ഉദ്ധവ് ഠാക്കറെ ശിവസേന സഖ്യത്തിന്റെ എത്ര തോറ്റ സ്ഥാനാർത്ഥികൾ കേസ് കൊടുത്തിട്ടുണ്ട്? 0. ഇനി ഞാൻ പറയാം, 53 വോട്ട് സീറ്റിൽ മാത്രം തോറ്റ മഹായുതി, അതായത് BJP, ഷിൻഡെ ശിവസേന, അജിത് പവാർ NCP സഖ്യത്തിലെ 2 സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ ഹർജി കൊടുത്തിട്ടുണ്ട്. ഇവർ 0 കൊടുത്തപ്പോൾ അവർ 2 എണ്ണം കൊടുത്തു. ഇതാണ് അവസ്ഥ. ഒരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഇലക്ഷനിൽ കൃത്രിമമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ബൂത്തുകളിലാണ്, മണ്ഡലാടിസ്ഥാനത്തിലാണ്. അതിനെതിരെ കേസ് കൊടുക്കേണ്ടത് മണ്ഡലാടിസ്ഥാനത്തിലാണ്. മഞ്ചേശ്വരത്ത് കൊടുത്തതുപോലെ, പണ്ട് അഴീക്കോട് കൊടുത്തതുപോലെ, ഇങ്ങനെയൊക്കെ പണ്ട് പറവൂര് കൊടുത്തതുപോലെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഹർജി വിജയിച്ച മണ്ഡല, പിന്നെ മൂവാറ്റുപുഴയിൽ പണ്ട് കൊടുത്തതുപോലെ മണ്ഡലാടിസ്ഥാനത്തിൽ കൊടുക്കണം. മണ്ഡലാടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഹർജികൾ ഫയൽ. എത്ര എണ്ണം ഫയൽ ചെയ്തിട്ടുണ്ട്? 0. അപ്പോ ഈ 2 സത്യം മറച്ചു വെച്ചുകൊണ്ട് ദയവിധി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ഞാൻ പ്രാഥമികമായി പറയുന്നു. ബാക്കി പിന്നെ പറയാം. സേനാപതി വേണു, അതാണ് മഹാരാഷ്ട്രയുടെ യാഥാർത്ഥ്യം. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് സഞ്ജയ് കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നാഗ്പൂർ പോലീസ്. നിങ്ങൾ 3 പേരും അഭിഭാഷകരാണ്. BNSന്റെ സെക്ഷൻ 175, 351 1B, 212, 340 1, 2. അപ്പോൾ തെറ്റായ വിവരങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ, വലിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് FIR എടുത്തിരിക്കുകയാണ് നാഗ്പൂർ പോലീസ്. ശ്രീ VP ശ്രീപത്മനാഭൻ, അതുകൂടി നമുക്കൊന്ന് പരാമർശിച്ചു പോകാം. ഇപ്പോൾ ഈ വകുപ്പുകൾ അനുസരിച്ച്, ഈ വകുപ്പിൻ്റെ കാര്യങ്ങൾ, നിയമപരമായ വശങ്ങൾ എനിക്കറിയില്ല. അഭിഭാഷകൻ എന്ന നിലയിൽ അങ്ങേക്ക് ഇക്കാര്യത്തിൽ
ഒരു കൃത്യത വരുത്തി പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഇടുന്നുണ്ട്. അല്ല, ഇതിന്റെ വിഷയം എന്താ അറിയോ? രാജ്യത്തിന്റെ ഒരു ഭരണഘടനാ സ്ഥാപനം നിയമപ്രകാരമായ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു പ്രക്രിയ നടത്തുന്നു. അതാണ് ഇലക്ഷൻ. വാട്ട് ഈസ് ഇലക്ഷൻ? Election is a process which has been carried out or which is being carried out by a constitutional authority by the name Election Commission within a legal framework, ഒരു നിയമപരമായ ചട്ടക്കൂടി. അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ റദ്ദാക്കാൻ, അതിനെതിരെ സംശയങ്ങൾ ഉന്നയിക്കാൻ ആ സംവിധാനത്തിനകത്ത് ആറ് തവണ അവസരമുണ്ട്. 6 തവണ. ഈ 6 തവണയും അവസരം ഉപയോഗിക്കാതെ ഈ സംവിധാനത്തെ പറ്റി പൊതുജന സമക്ഷം വ്യാജ വാർത്തകളും വ്യാജ കണക്കുകളും പ്രചരിപ്പിക്കുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യദ്രോഹമാണ്. അപ്പൊ അതുകൊണ്ട് കേസ് വരട്ടെ, കേസ് കോടതിയിലെത്തട്ടെ, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഏതായാലും അതിഗുരുതരമായ വീഴ്ച ഈ ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. യെസ്.